ക്രിസ്ത്യാനി എന്ന പ്രയോഗം നീറോ ചക്രവർത്തിയുടേതാണ് എന്നൊരു കൗതുക നിരീക്ഷണമുണ്ട്. അതായത് സീസർ രാജാവായി വാഴുന്ന ഒരു സാമ്രാജ്യത്തിൽ സീസറിൻ്റെ സ്വന്തം എന്ന അർത്ഥത്തിൽ സിസോറിയാനി എന്ന പ്രയോഗമുണ്ട്. ഇവിടെ സീസറിനും മറ്റ് ഉന്നതർക്കും സ്വന്തമല്ലാതെ ക്രിസ്തുവിൻ്റേതെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. അപ്പോൾ യാനി എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ് ടു എന്നാണ്. അപ്പോൾ ദ പീപ്പിൾ ബിലോങ്ങിങ് ടു ക്രൈസ്റ്റ്, കളിയാക്കി പറഞ്ഞാണ് ക്രിസ്ത്യാനി. അങ്ങനെയാണ് ഈ പദപ്രയോഗം ഉണ്ടായത്. ഇതിൻ്റെ വേറിട്ട ഭാഷ്യങ്ങളുണ്ടാകാം. ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ സ്വന്തം, അതാണ് ഏറ്റവും നല്ല നിർവചനം. ക്രിസ്തുവിൻ്റെ സ്വന്തം, തുടക്കവും ഒടുക്കവും എല്ലാം ക്രിസ്തു തന്നെ. നമ്മൾ അല്പം കൗതുകം നിറഞ്ഞ ഒരു ഭാവത്തോടു കൂടി ക്രിസ്ത്യാനികളെ നോക്കുക. എത്ര തരം ക്രിസ്ത്യാനികളെ നമുക്ക് കണ്ടെത്താൻ പറ്റും? ഞാൻ ഒരുപാട് തരം ക്രിസ്ത്യാനികളെ നിരീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന തരമെല്ലാം ഉണ്ടായെന്ന് വരാം. നിങ്ങളും നിങ്ങളിലേക്ക് നോക്കിയിട്ട് വെറുതെ കൗതുകത്തോടെ ചെറുചിരിയോടുകൂടി ഈ വിവിധ തരം ക്രിസ്ത്യാനികളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഒന്ന്, പൊള്ള ക്രിസ്ത്യാനികൾ. സെയിൻറ്റ് ആൻ്റണി ഓഫ് ദ ഡെസേർട്ട് അദ്ദേഹം ക്രിസ്ത്യാനികളോട് പറയുന്നു, നിങ്ങളൊക്കെ പൊള്ളയായിട്ടിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ക്രിസ്തുവിനെ പള്ളിയിൽ ഉപേക്ഷിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ വീട്ടിലില്ല, നിങ്ങളുടെ ഉള്ളിലില്ല. അതുകൊണ്ട് പൊള്ളയായി മാറി. ഈ നാമമാത്ര ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. സെയിൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞു, സഭയിൽ ഒരേ ഒരു പ്രശ്നമുള്ളത് നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതം ഈ പൊള്ളത്തരം മാറ്റി ക്രിസ്തുവിന് നിറച്ച് പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക. അപ്പോൾ ആദ്യത്തെ തരം ഈ പൊള്ളയായ ക്രിസ്ത്യാനികളാണ്. രണ്ട്, കള്ള ക്രിസ്ത്യാനികൾ. ആദ്യത്തേത് അത്രയ്ക്ക് അപകടകാരിയല്ല. കള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ഗോവിന്ദയുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, വാട്ട് യു ലിവ് എക്കോസ് ഇൻ മൈ ഇയേഴ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഐ കനോട്ട് ഹിയർ എ തിങ് യു സേ. നിങ്ങൾ ജീവിക്കുന്ന ജീവിതം എൻ്റെ ഉള്ളിൽ മുഴങ്ങുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നത് ഒരു അക്ഷരം എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് ആരും എഴുതി, ഐ ലൈക്ക് ദിസ് ഗൈ ബിക്കോസ് ഹി വാക്സ് ഹിസ് ടോക്ക്. എനിക്ക് മനുഷ്യ ഇഷ്ടമാണ്, കാരണം അയാൾ പറയുന്ന അയാൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ കള്ള ക്രിസ്ത്യാനി എന്ന് പറയുന്നത് പറയുന്ന ഒന്ന്, ജീവിക്കുന്ന മറ്റൊന്ന്, വിശ്വസിക്കുന്ന ഒന്ന്, യഥാർത്ഥ ജീവിതത്തിൽ മറ്റൊന്ന്. അങ്ങനെ വരുമ്പോൾ കള്ളത്തരം കൂടും. വെറുതെ ഒരു പുറമോടിക്ക് വേണ്ടി ക്രിസ്ത്യാനിറ്റിയെ പൊതച്ചടക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നവർ ധാരാളമുണ്ട്. ഡോസ്റ്റോവസ്കിയുടെ സുന്ദരമായ നോവലിൽ കർത്താവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗ്രാൻഡ് ഇൻക്വിസിറ്റർ കർത്താവിനോട് പറയുന്നുണ്ട്, ഡോണ്ട് ഗെറ്റ് ഇൻ അവർ വേ, ഡോണ്ട് ട്രബിൾ അവർ കോൺഷ്യൻസ്. ഞങ്ങളുടെ വഴിയിലേക്ക് എന്തിനാണ് വരണത്? ഞങ്ങളുടെ മനസാക്ഷി ഇതിനെ അസ്വസ്ഥമാക്കുന്നു. അപ്പോൾ അസ്വസ്ഥമാക്കുന്ന ഒരു ദൈവത്തെ വേണ്ട. പണ്ടത്തെ കഥയിൽ കുരിശ് രൂപത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു വല്യമ്മയോട് കർത്താവ് നിൻ്റെ കൂടെ ഞാൻ താമസിക്കും, ഭയങ്കര സന്തോഷം. പക്ഷെ രണ്ടാമത്തെ മൂന്നാം ദിവസം ആയപ്പോഴത്തേക്കും പറ്റുന്നില്ല. അവസാനം ക്രിസ്തുവിന് വീണ്ടും കുരിശിലേക്ക് തറച്ചിടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവർ പറയുന്നുണ്ട്, നീ രൂപമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. റിയലായിട്ട് ജീവിതത്തിലേക്ക് വന്ന വലിയ പ്രശ്നമാണ്. അപ്പോൾ രൂപമായിട്ട് കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് കള്ള ജീവിതം നയിക്കുന്ന ക്രിസ്ത്യാനികൾ ധാരാളമുണ്ട്. കള്ള ക്രിസ്ത്യാനികൾ. മൂന്നാമത്തെ ക്രിസ്ത്യാനികൾ കുറച്ചും കൂടി ഗ്രേഡ് കൂടുന്നു, കൊള്ള ക്രിസ്ത്യാനികൾ. മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു ചോദ്യമുണ്ട്, ദൈവത്തെ കൊള്ളയടിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാവോ? ദൈവത്തിന് ഉത്തരം പറയുകയാണ്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പണം പിരിച്ച് അത് സ്വന്തം കാര്യത്തിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ ദൈവത്തെ നിങ്ങൾ കൊള്ളയടിക്കുന്നവരായിട്ട് മാറുന്നു. പള്ളിയിൽ കൊള്ളക്കാരെ പോലെ പെരുമാറുന്നവരുണ്ട്, മറ്റുള്ളവരുടെ പണം പിടിച്ചു പറിക്കുന്നവർ. പള്ളിയിലും മറ്റും പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന പണം സ്വന്തം പോക്കറ്റിലേക്ക് എടുക്കുന്നവർ. യേശുവിലാണ് എൻ്റെ വിശ്വാസം, കീശയിലാണ് എൻ്റെ ആശ്വാസം എന്ന് കുഞ്ഞുണ്ണി മാഷ് എഴുതുന്നത് ഈ അവസ്ഥയെക്കുറിച്ച് കൂടി ആകാം. അപ്പോൾ കൊള്ള ക്രിസ്ത്യാനികളുണ്ട് തീർച്ചയായിട്ടും, കർത്താവിനെ വിറ്റ് കാശാക്കുന്നവർ.
ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ഞാൻ എങ്ങനെയാണോ? സെയിൻറ്റ് ആൻ്റണിയുടെ അടുക്കൽ ശുഭ്രവസ്ത്രം ധരിച്ചെത്തിയ അച്ഛനോട് അദ്ദേഹം പറഞ്ഞു, വെളുത്ത വസ്ത്രത്തിനുള്ളിൽ കറുത്ത വ്യക്തിത്വം മറച്ചു വെക്കാൻ പെടാപ്പാട് പെടുന്നതിന് ദുരന്തമാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത്. ഈ വെളുത്ത വസ്ത്രം ഇട്ടിരിക്കുന്ന ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമുണ്ട്, അകത്തൊരു കവർച്ചക്കാരൻ അറിയാതെ വന്ന് പെട്ടിട്ടുണ്ടോ? അകത്ത് ഒരു കളവള്ളയാൾ അറിയാതെ വന്ന് പെട്ടിട്ടുണ്ടോ? എങ്കിൽ അയാളെ മാറ്റുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അടുത്ത തരം കരച്ചിൽ ക്രിസ്ത്യാനി. ചില ആളുകൾ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ആവിലയിലെ അമ്മ ത്രേസ്യ പറഞ്ഞു, ലോർഡ് സേവ് അസ് ഫ്രം ഗ്ലൂമി സെയിൻസ്. ഗ്ലൂമി ആയിട്ടുള്ള വിശുദ്ധരെ ഞങ്ങൾ രക്ഷിക്കണേ. കാരണം ഈ ഗ്ലൂമി ആയിട്ടുള്ള സെയിൻസ് പാതാളത്തിൻ്റെ കാഴ്ചകൾ മാത്രം സമ്മാനിക്കുന്നവരാണ്. അവരെപ്പോഴും നരകവാതിൽ പോലെ ആളുകളെ നരകാഗ്നിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പോപ്പ് ഫ്രാൻസിസ് ആനന്ദത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് എഴുതുന്നുണ്ട്. അതായത് നമ്മുടെ ആനന്ദം നിറഞ്ഞ ജീവിതമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ചില ആളുകൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, എത്ര കിട്ടിയാലും മതിയാവാതെ ആർത്തിക്കരം നീട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നവർ ആ കഷ്ടതകൾക്കിടയിലും പുഞ്ചിരിക്കാൻ പഠിക്കുന്നവരാണ്, വേദനകൾക്കിടയിലും ആനന്ദമായി മാറുന്നവരാണ്. അല്ലാതെ എപ്പോഴെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല. ഈ കരച്ചിലുകാരുടെ മറ്റൊരു പ്രത്യേകത, അവർ തിരച്ചിലുകാരും അലച്ചിലുകാരും കൂടിയാണ്. അത് തിരയുന്നത് ഇവരുടെ കണ്ണീര് മാറ്റുന്ന തട്ടുകട പോലുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. അവിടേക്ക് വേണ്ടി അലച്ചിലാണ് പിന്നെ. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് മറ്റൊരു ധ്യാന കേന്ദ്രത്തിലേക്ക്, ഒരു നൊവേന സെൻറ്ററിൽ നിന്ന് മറ്റൊരു നൊവേന സെൻറ്ററിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ ധ്യാന കേന്ദ്രങ്ങളോ നൊവേന സെൻറ്ററുകളോ മോശ സ്ഥലങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും നല്ല സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ മുട്ടുശാന്തി അന്വേഷിച്ചുകൊണ്ട് ഞാൻ ഓടിടക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ആരും എനിക്ക് വേണ്ടി ചെയ്യും? ഇപ്പോൾ കരച്ചിലും തിരച്ചിലും അലച്ചിലും എപ്പോഴും നല്ലതാകണമെന്നില്ല. ചില നേരങ്ങൾ നല്ലതാണെങ്കിലും അത് ഓവറായി കഴിയുമ്പോൾ അതൊരു മോശം കാര്യമായിട്ട് മാറും. അങ്ങനെയുള്ളവർ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് സത്യം. അടുത്ത ഒരു വിഭാഗം ക്രിസ്ത്യൻസ്, കള്ള് ക്രിസ്ത്യാനികൾ. കേരളത്തിലെ കണക്ക് പറയുന്നത്, ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ 5% കള്ളുകുടിയന്മാരാണെങ്കിൽ 28% വരെയൊക്കെയാണ് ക്രൈസ്തവരുടെ കള്ളുകുടി റേറ്റ്. അതിലും കൂടും. പെരുന്നാളൊക്കെ വരുമ്പോൾ തിരുനാളിനെ പെരുന്നാളാക്കി മാറ്റിക്കൊണ്ട് കള്ള് അത്യാവശ്യമാണെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മിൽ കൂടുതൽ. അത് മിതമായി കുടിക്കുന്നതൊക്കെ ഓക്കെ ആയിരിക്കാം, പക്ഷെ അമിതമായി പോകുന്ന കള്ളുകുടിയും അമിതമായി പോകുന്ന ആഘോഷങ്ങളും ആർഭാടങ്ങളും എല്ലാം കൂടി കർത്താവിൻ്റെ ചൈതന്യം കെടുത്തി കളയാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഗാന്ധി ഇങ്ങനെ എഴുതിയത്, ക്രിസ്ത്യൻസിനെ പുച്ഛിച്ചുകൊണ്ട്, ബീഫ് ആൻഡ് ബിയർ ബോട്ടിൽ ക്രിസ്ത്യൻസ്. അദ്ദേഹം പറഞ്ഞത്, ഐ ഹേറ്റ് എ ബീഫ് ആൻഡ് ബിയർ ബോട്ടിൽ ക്രിസ്ത്യൻ എന്നാണ്. അതായത് ഇറച്ചി ക്രിസ്ത്യാനി, കള്ള ക്രിസ്ത്യാനി, അവരെ എനിക്കിഷ്ടമല്ല എന്നാണ് അദ്ദേഹം എഴുതിയത്. ഞാനും ഈ ചോദ്യം ചോദിക്കണം, ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായിട്ട് കള്ളുകുടിയും ഇങ്ങനെ ആഘോഷങ്ങളും ഒരുപാട് വിരുന്ന് സൽക്കാരങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന്. അടുത്തൊരു തരം തള്ളു ക്രിസ്ത്യാനികൾ. എപ്പോഴും സ്വന്തം പാരമ്പര്യങ്ങളെക്കുറിച്ച് ഊറ്റം കൊള്ളും, അത് നല്ല കാര്യമാണ്. പക്ഷേ തീവ്രമായ പാരമ്പര്യ ചിന്തകൾ നിമിത്തം തള്ളിമറിക്കുകയാണ്. അതായത് ഞാൻ ഉൾപ്പെടുന്ന ഏതൊരു സമൂഹവും ഏറ്റവും ടോപ്പായിരിക്കണം, ഏറ്റവും ബെസ്റ്റായിരിക്കണം. ഞാൻ അതിലുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ ഞാനെന്ന് ചിലമ്പിച്ച സ്വരമാണ് സത്യത്തിൽ ഈ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായ എക്സാജറേറ്റഡ് ആയ പാരമ്പര്യവാദവും മറ്റും നടത്തിക്കൊണ്ടിരിക്കും. ഇതിനിടയിൽ ഞാൻ എന്തോ സവർണനാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ മേൽക്കോയ്മയുള്ളവനാണ് എന്ന് പറയാതെ പറയുകയും ചെയ്യും. അപ്പോൾ ഈ തള്ള് കേൾക്കുന്നവർക്കൊക്കെ ചിരിയേ ഉണ്ടാക്കൂ. എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു എന്ന മട്ടിൽ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് കഥ പറയുന്ന തള്ള് ക്രിസ്ത്യാനികളിൽ ഞാൻ പെടുമോ എന്നും ചിന്തിക്കുക. അടുത്ത ഒരു തരം തിരുത്തൽ ക്രിസ്ത്യാനി. അവർ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം കാണും, കാതൊന്ന് കുറിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം കേൾക്കും, വാതുറക്കുന്നത് കുറ്റം പറയാൻ വേണ്ടി മാത്രമായിരിക്കും. അവർ സ്വയം ധരിച്ചു വച്ചിരിക്കുന്നത്, അവരുടെ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത് സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കാണാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണുക, എന്നിട്ട് കരട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഇവരൊരിക്കലും സ്വയം നന്നാവില്ല.
പക്ഷെ മറ്റുള്ളവരെ നന്നാക്കിക്കൊണ്ടിരിക്കും. എന്ത് നല്ലത് സംഭവിച്ചാലും അവർ അതിനെ എതിർക്കും. ആര് നല്ലത് പറഞ്ഞാലും അതിനെ എതിർക്കും. എന്നിട്ട് എതിർപ്പിൻ്റെ ഒരു സാക്ഷ്യം പോലെ അവരിങ്ങനെ ജീവിക്കും. അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും ധാരാളം ആളുകൾ. അടുത്തൊരു ഗ്രൂപ്പ് പുറമ്പോക്ക് ക്രിസ്ത്യാനികൾ. അതായത് ഇവരെപ്പോഴും പുറത്തേക്കുന്ന ആളുകളാണ്. ഔട്ട്സ്റ്റാൻഡിങ് ക്രിസ്ത്യൻസ് എന്ന് പറയാം, സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്. ഇപ്പോൾ പള്ളിയിൽ പെരുന്നാൾ നടന്നാലും അവരെപ്പോഴും പുറത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു. ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടാലും പുറത്ത് നിൽക്കാനാണ് ഇഷ്ടം. പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയില്ല, പ്രത്യേകിച്ചൊന്നും പറയാൻ അവർക്കില്ല. ഈ അവസ്ഥയെക്കുറിച്ച് വെളിപാട് പുസ്തകം പറയുന്നുണ്ട്, ലൂക്കുവാം അവസ്ഥ എന്ന്. അതായത് ചൂടാണോ തണുപ്പാണോ, മന്ദോഷണ അവസ്ഥയാണ്. ദൈവം പറയുന്നത് ഇങ്ങനെയുള്ളവർ ഞാൻ തുപ്പിക്കളയുമെന്നാണ്. അപ്പോൾ ചൂടുമല്ല തണുപ്പുമല്ല മന്ദോഷണ അവസ്ഥയിൽ ഇങ്ങനെ ഒന്നിലേക്കും ഇന്നുമല്ല ഔട്ടും അല്ല, ആബ്സെൻ്റ് ആണോ പ്രസൻ്റ് ആണോ രണ്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. രണ്ടും കൂടി ഇടകലർന്ന ഒരു വ്യക്തിത്വം. വലിയ ഗുണമൊന്നും ആർക്കും ഇല്ലാത്ത അവസ്ഥ. അതാണ് ഈ പുറത്തെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. മറ്റൊരു തരം ക്രിസ്ത്യാനിയുണ്ട്, ഭരിക്കൽ ക്രിസ്ത്യാനി. അവർക്ക് എവിടെ ചെന്നാലും ഭരിക്കണം, ഫസ്റ്റ് ആകണം, ഫിറ്റസ്റ്റ് ആകണം, ഫാസ്റ്റസ്റ്റ് ആകണം എന്ന് പറയുന്നൊരവസ്ഥ. ജോർജ് ബെർണാഡ് ഷായുടെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ ഫസ്റ്റ് അല്ലെങ്കിൽ നരകത്തിൽ പോകാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ഐ എം ഫസ്റ്റ് ഇൻ ഹെൽ അറ്റ്ലീസ്റ്റ്. ഞാൻ സ്വർഗത്തിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകാം, പക്ഷേ നരകത്തിലെങ്കിലും ഫസ്റ്റ് ആയിരിക്കണം. ചില ആളുകൾക്ക് ഭരിച്ചു മാത്രമാണ് ശീലം. അവർ എല്ലാ കമ്മിറ്റികളുടെയും നേതൃത്വ സ്ഥാനത്ത് അവരായിരിക്കണം നിർബന്ധം പിടിക്കും. എവിടെ ചെന്നാലും ടോപ്പ് അവർ തന്നെ ആയിരിക്കണം. ഇനി അവർ ഹെഡായി വന്നില്ലെങ്കിലും കഴുത്താകും എന്നൊരു ഓപ്ഷൻ എടുക്കും. കാരണം ഹെഡിനെ തിരിക്കാനും വേണമല്ലോ കഴുത്ത്. അങ്ങനെ സകല കമ്മിറ്റികളുടെയും ചെയർമാനും സകല കമ്മിറ്റികളുടെയും ഭാരവാഹിയും സകല കമ്മിറ്റികളുടെ അംഗവുമായിട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അവരിങ്ങനെ ഭരിച്ച് മഹാപ്രമാണികളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും. എല്ലാം അവരുടെ തലയിൽ കൂടെ സംഭവിക്കുകയുള്ളൂ, എല്ലാം അവരുടെ ചിന്തയിലൂടെ സംഭവിക്കുകയുള്ളൂ എന്ന ഒരു അബദ്ധ ചിന്തയാണ്. ഈ വലിയ ഉത്തരത്തിൽ പല്ലിയിരിക്കുന്ന പോലെ പല്ലിയുടെ ധാരണ എന്താണ്, ഞാൻ ഇവിടുന്ന് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ എല്ലാം ഇടിച്ച് താഴേക്ക് വീഴുമെന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ചില ക്രിസ്ത്യാനികൾ ഉണ്ട്. അവസാനത്തെ ഒരു ഗണം കൊള്ളാവുന്ന ക്രിസ്ത്യാനികൾ. ഇവരാണ് സഭയെ നിലനിർത്തുന്നത്. ഇവർ കർത്താവിന് വേണ്ടി ജീവിക്കും, കർത്താവിന് വേണ്ടി മരിക്കും. മരിച്ച് പള്ളിക്ക് ശുശ്രൂഷ നടത്തുന്ന ചില മനുഷ്യർ, അവരുടെ ത്യാഗത്തിൻ്റെ വിലയാണ് സഭ എന്ന് പറയുന്നത്. അവർ ജീവിതത്തിലൂടെ നിരന്തരമായിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ച് നടക്കും. ഒച്ച വെക്കണമില്ല, ഒരുപാട് അഭിപ്രായ പ്രകടനം നടത്തിയെന്നില്ല. വേണ്ട സമയത്ത് ഇടപെടും, വേണ്ടതെല്ലാം നൽകും. കർത്താവിന് ജീവിതം തന്നെ നീണ്ടു നിൽക്കുന്ന കുർബാനയാക്കി മാറ്റും. മദർ തെരേസയെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ എഴുതി, ഹർ ലൈഫ് ഈസ് ദ മോസ്റ്റ് ഇൻസ്പയറിങ് സൈലൻറ്റ് ഹോമിലി ഐ എവർ ഹേർഡ്. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ വചനപ്രഘോഷണമായിരുന്നു, ഏറ്റവും സുന്ദരമായ നിശബ്ദ വചനപ്രഘോഷണമായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെ ജീവിതം മുഴുവൻ നിശബ്ദ വചനപ്രഘോഷണമാക്കി കൊണ്ടാടുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരാണ് റിയൽ ക്രിസ്ത്യാനികൾ. അവർ തുടങ്ങുന്നത് ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിൽ സഞ്ചരിച്ച് ക്രിസ്തുവിലപ്പുറം എത്തിച്ചേരുകയും ചെയ്യുന്നു. ഞാൻ അങ്ങനെയാണോ? ഞാൻ സ്വയം ഉത്തരം കണ്ടെത്തണം. നല്ല യാത്ര നേരിടും.